ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ അതൊരാത്മീക വർധനവിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിന് മുഖാന്തരവുമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടേതായ ഈ ചാനലിൽ പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് ബീഹാറിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നത്. ആ കർത്താവിൻ്റെ ദാസനെ ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? പ്രൈസ് ലോർഡ്. ആൻറ്റി സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ. കുടുംബമായിട്ടാണല്ലോ ആ ദേശത്തായിരിക്കുന്നത്? അതെ അതെ അതെ. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ദേവദാസന് ജീവിതത്തിന്റെ അനുഭവം ഒരുപാടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യവും ദൈവദാസനോട് കൂടെ ഇരിക്കണമേ. തന്നെ കർത്താവ് നടത്തിയതായ വിധങ്ങളും വഴികളും സംസാരിക്കാനുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവ് കൊടുക്കണമേ. കേൾക്കുന്ന ജനത്തിന് അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാന്, ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ മുഖാന്തരമായി തീരുവാന്, ഈ സാക്ഷ്യത്തിലൂടെ കർത്താവിൻ്റെ നാമം മാത്രം ഉയർത്തപ്പെടുവാന് കർത്താവ് സഹായിച്ചാട്ട് അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നെറ്റ്വർക്കിനെയും സിസ്റ്റത്തെയും എല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാം അങ്ങ് നിയന്ത്രിച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദേവദാസനെ കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ക്ലാസ്സിനുള്ള സമയമാണ് ഇപ്പോൾ. ഗോഡ് ബ്ലസ് യു. ഓക്കെ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ജോയിസ് ടി വിയിലുള്ള എല്ലാവർക്കും, എല്ലാ മെമ്പേഴ്സിനും, അതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയ ആന്റിക്കും എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതെന്റെ വലിയൊരു സൗഭാഗ്യമാണ് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. കർത്താവിന്റെ കൃപയാണ് നമ്മളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നതും വേലയിലായിരിക്കുന്നതും. നമ്മളെ യോഗ്യരെന്ന് എണ്ണി കർത്താവ് നമ്മളെ ഈ വേലയ്ക്കാക്കി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഒരു ഹിതമാണ്. ആന്റി പല പ്രാവശ്യം കോൾ ചെയ്തു, മെസ്സേജ് അയച്ചു. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമേ, ദൈവഹിതമാണെങ്കിൽ മാത്രം ഇതിൻ്റെ അകത്ത് എനിക്ക് ഭാഗമായ മതി. വീണ്ടും ഞാൻ തിരിച്ചു വന്നപ്പോൾ വിളിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിന് ഇതിലൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ട്. പലപ്പോഴും ഞാൻ മീഡിയയിലൊന്നും വരാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എനിക്ക് പറയേണ്ടി വരുന്നു. അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ മീഡിയയിലൂടെ കേൾക്കുന്നവരെല്ലാവർക്കും ഈ ഒരു സാക്ഷ്യം അനുഗ്രഹമായിട്ട് തീരട്ടെ. എൻ്റെ പേര് ജെയിംസ് ജോർജ് എന്നാണ്. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് കോട്ടയം പള്ളിക്കത്തോട് മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് മയിലാടിക്കര. ആ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലായിരുന്നു. വിശ്വാസ ജീവിതം നയിക്കുന്ന മാതാപിതാക്കളിലൂടെയാണ് ഞാൻ ഈ ഒരു ജീവിതം തുടങ്ങുവാൻ ആരംഭിച്ചത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ മാതാവാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വന്നത്. അതിനുശേഷം പ്രിയ പിതാവും വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു ആസ്മ എന്ന് പറഞ്ഞ രോഗം 2 വയസ്സായപ്പോൾ ഉണ്ടായി. പ്രിയ പിതാവ് അത് മുഖാന്തരം പിതാവും വിശ്വാസത്തിലേക്ക് വരുവാനിടയായി തീർന്നു. രണ്ടുപേരും കർത്താവിന് വേണ്ടി അധികമായി നിന്നു. വിശ്വാസ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. അതിലൂടെ എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഉള്ള ഒരു അനുഭവങ്ങൾ ഞാൻ കാണുവാനിടയായി തീർന്നു. മറ്റുള്ളവരിലൂടെ വിശ്വാസ ജീവിതം എങ്ങനെയാണ് നയിക്കുന്നത്. വലിയ ഉയർച്ചയോ നന്മകളോ ഒന്നും കാണാത്ത ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവിനെ അറിയുവാനിടയായി തീർന്നത്. എന്നാൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകുവാനിടയായി തീർന്നു. അതെൻ്റെ മാതാപിതാക്കൾ മുഖാന്തരമാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് എനിക്കറിയാം. അവര് കർത്താവിന് വേണ്ടി അധികമായി നിന്നു. പ്രിയ മാതാവ് ഇപ്പോൾ പ്രിയം വെച്ച നാട്ടിലാണ്. 5 വർഷമായി. എന്നാലും കർത്താവിന് വേണ്ടി തീക്ഷ്ണമായി നിൽക്കുന്ന ഒരു മാതാവായിരുന്നു.
അതേ പുള്ളിക്കാരത്തി പറഞ്ഞു, എന്ത് എനിക്ക് സംഭവിച്ചാലും അവനെ വിളിക്കരുത്, അവൻ അവിടെ നിന്നോട്ടെ. അങ്ങനെ എനിക്ക് വലിയൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. തീർച്ചയായിട്ടും വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് ദൈവം എന്നെ ഇവിടെ അയക്കുവാൻ ഇടയായിരുന്നു. ഇപ്പോൾ പിതാവ് ശുശ്രൂഷയിലായിരിക്കുന്നു. എനിക്കൊരു സഹോദരിയുണ്ട്, അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. പിന്നെ വലിയ ദൈവപ്രവൃത്തികൾ ഞാൻ ഈ ദിവസങ്ങളിലും എൻ്റെ ജീവിതത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. അധികമൊന്നും എൻ്റെ പശ്ചാത്തലം പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ബീഹാറിലേക്ക് വരുവാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ശുശ്രൂഷപരമായിട്ട് ദൈവം ചെയ്ത ചില കാര്യങ്ങൾ, നന്മകൾ പറഞ്ഞ് ഞാൻ ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ കർത്താവിൻ പൂർണ്ണമായിട്ടൊരു 13 വയസ്സോട് അടുത്ത സമയത്താണ് പോൾ ഗോപാലകൃഷ്ണൻ സാറിന്റെ മെസ്സേജ് കേട്ട് ഞാൻ ആ സമയത്ത് സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. 15-ാമത്തെ വയസ്സിൽ തന്നെ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാനുള്ള കൃപ ദൈവം തന്നു. അതിനുശേഷം 16-ാമത്തെ വയസ്സില് 5 വർഷക്കാലം ബിബ്ലിക്കൽ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജ് എന്ന് പറയുന്ന ഒരു സെമിനാരിയില് പാമ്പാടിയില് കോട്ടയത്ത് ഞാൻ പഠിച്ചു. അതിനുശേഷം 1 വർഷം ഞാൻ ഈവനിങ് ക്ലാസ്സുകൾ പെന്തക്കോസ്റ്റൽ ടീച്ചിങ്ങിലേക്ക് 1 വർഷം എനിക്ക് ദൈവം ഒരു അവസരം തന്നു. ഈ രണ്ടും എനിക്ക് പഠിക്കുവാനുള്ള ഒരു അവസരം കർത്താവ് തന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ജീവിതം എന്താണെന്നൊക്കെ മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം 1 വർഷക്കാലം ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നു. അവിടെ വെച്ചാണ് എൻ്റെ ഹൃദയം എപ്പോഴും കലങ്ങി മറിയുന്നൊരു സമയമായിരുന്നു. എന്ത് തിരഞ്ഞെടുക്കണം, എന്ത് തിരഞ്ഞെടുക്കണ്ട. അങ്ങനെ ഞാൻ ആ സമയത്ത് 2009 ഞാന് ബീഹാറിലേക്ക് കടന്നു പോകാനുള്ള വഴികളൊക്കെ ദൈവം തുറന്നു. 2008 എൻ്റെ വിവാഹം നടന്നു. അപ്പം ബീഹാറിലേക്ക് കടന്നു പോകാനുള്ള കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിച്ചു. അപ്പം എനിക്ക് വലിയ ആഗ്രഹം, ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ഷാജി എന്ന് പറയുന്നത്, ഞങ്ങളോടൊപ്പം കർത്താവിന്റെ കൂട്ടായ്മയിലായിരിക്കുന്ന നാട്ടിലെ സഭയിലുള്ള ഒരു സഹോദരൻ ബീഹാറിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ബീഹാറിലേക്ക് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം വെച്ചാൽ നോർത്ത് ഇന്ത്യയിലേക്കുള്ള ഒരു വിളി എനിക്കുണ്ടെന്ന് ദൈവാത്മാവ് എനിക്ക് നേരത്തെ തന്നെ ഒരു ദർശനം തന്നായിരുന്നു. ആ ദർശനം അനുസരിച്ച് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2000 പറഞ്ഞാൽ നല്ലതായിരിക്കും. ദർശനം പറ്റുമെങ്കിൽ എന്താണ് പാസ്റ്റർ കണ്ട ദർശനം? അല്ല, ദർശനം എന്ന് പറഞ്ഞാൽ ദൈവം തന്ന ഒരു നോർത്ത് ഇന്ത്യയെ കുറിച്ച്, സുവിശേഷീകരണത്തെ കുറിച്ചുള്ള ഒരു താല്പര്യം, ഒരു ദർശനം കർത്താവ് എനിക്ക് തന്നിരുന്നു നേരത്തെ തന്നെ. കാരണം വെച്ചാൽ സുവിശേഷ വേല നോർത്ത് ഇന്ത്യയിലായിരുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈവനിങ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അറിയത്തില്ല എങ്ങോട്ട് പോകണമെന്ന്. അങ്ങനെ ഒരു ദിവസം ഈവനിങ് ക്ലാസ്സിലേക്ക് ഞാൻ കടന്നു പോകുന്ന സമയത്ത് മണർകാടുള്ള ഒരു പാസ്റ്ററാണ്, അത് അയർക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എന്നെ വഴിയിൽ വെച്ച് കണ്ടു. ഞാൻ ആ സമയത്ത് അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധവും അങ്ങനെ നമുക്ക് ഒരു തിരിച്ചറിവൊന്നുമില്ല. വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുക്കുന്നേ ഉള്ളൂ. ഇന്നും അത് തന്നെയാണ്, വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ മാത്രം എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ദൈവം കൃപ ചെയ്യുന്നു. അപ്പോ ആ ദൈവദാസൻ എന്നെ വഴി തടഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നടു റോട്ടിൽ തന്നെ പറഞ്ഞു, മോനെ നീ എവിടെ പോയി? ഞാൻ പറഞ്ഞു ബൈബിൾ ക്ലാസ്സിന് പോവാണ്. കർത്താവ് നിന്നെ കാണുന്നു. ബീഹാറിലെ പല സ്ഥലങ്ങളിലേക്ക്, പല വീടുകള് കയറി ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. പലരോട് സുവിശേഷം പറയുന്നു. അപ്പോൾ എനിക്ക് കൺഫേം ആയി ഞാൻ ബീഹാറിലേക്കാണ് പോകുന്നെന്നുള്ള ഒരു വലിയ കൺഫർമേഷൻ എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ തയ്യാറായി. ആ സമയത്ത് തന്നെ 2008 ലാസ്റ്റിലേക്ക് വന്നപ്പോൾ എൻ്റെ വിവാഹത്തോടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു പെട്ടെന്ന്. അപ്പം ഞാൻ ഓർത്ത്, കർത്താവേ ഇനിയിപ്പം പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല, വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കാൻ പറ്റും. എന്നാൽ എൻ്റെ അവസ്ഥകളെല്ലാം ഞാൻ പ്രിയപ്പെട്ടവരോട് തുറന്നു പറയുവാനിടയായി തന്നെ, എൻ്റെ വൈഫിന്റെ വീട്ടുകാരോടൊക്കെ തുറന്നു പറയുവാനിടയായി തീർന്നു. വൈഫും 2 കുഞ്ഞുങ്ങളുമാണ്. ദൈവം ഇപ്പോൾ ഞങ്ങള് കുടുംബമായിട്ടാണ് ബീഹാറിലായിരിക്കുന്നത്. വൈഫിന്റെ പേര് സജിനി എന്നാണ്. മൂത്ത മോന്റെ പേര് ആഷേർ, രണ്ടാമത്തെ മോന്റെ പേര് നഥനേൽ ജെയിംസ്, ആഷേർ ജെയിംസ്. ആഷേറിന്റെ പിറന്നാളാണ് ഇന്ന്. വലിയ ദൈവപ്രവൃത്തി. ഇന്ന് 15-ാം തീയതി. ഞാൻ ഓർക്കുകയും ചെയ്തു ഈ ഡേറ്റ് എന്തുകൊണ്ട് മാറി. കർത്താവ് എന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. പ്രിയ കുഞ്ഞിനോടും എനിക്ക് പറയുവാനുണ്ട്. കാരണം വെച്ചാൽ വലിയൊരു സാക്ഷ്യമാണ്.
2009 ആഗസ്റ്റ് മാസമാണ് ഞാൻ ബീഹാറിലേക്ക് കടന്നു വന്നത്. ഞാൻ വളരെ ഭാരപ്പെട്ടു. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല, ഒരു കുരുക്ക് പോലെ എനിക്ക് അനുഭവപ്പെട്ടെങ്കിലും വിവാഹം നന്മയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ആ വിവാഹത്തിലൂടെയാണ് ഒരു ബ്രേക്ക് ത്രൂ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയത്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ചില തീരുമാനങ്ങൾ ഫറവോനെ പോലെ എടുക്കണം, കഠിനമായ മനസ്സുണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് തെറ്റായിട്ടുള്ള കാര്യമല്ല. യേശുവിന് വേണ്ടി കഠിനമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നത്, കഠിന ഹൃദയമാകുന്നത് നമുക്കെല്ലാം അനുഗ്രഹമാണ്. അങ്ങനെ 2009 2008 ലാസ്റ്റ് വിവാഹം നടന്നു, ഡിസംബർ 27 അതിനുശേഷം കുറച്ച് നാളുകൾ കുറച്ച് മാസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു. അതെനിക്കറിയായിരുന്നു. ഞാൻ 5 വർഷക്കാലമൊക്കെ പഠിച്ചു, വീണ്ടും 1 വർഷം പഠിച്ചു. ഞാൻ ഇങ്ങനെ വേലയൊക്കെ ചെയ്തു, 2 വർഷം ഇങ്ങനെ അങ്ങ് നടന്നു. 2007-8 കാലയളവ്. അപ്പൊ എനിക്ക് ഒരു കാര്യം ഒരു ദൈവദാസൻ പറഞ്ഞു, നീ ഒന്നുമില്ല, കാലിപാത്രമാണ്, ശൂന്യനാണെന്ന് പറഞ്ഞു. എനിക്ക് വളരെ വിഷമം ഉണ്ടായി. കാരണം വെച്ചാൽ ഇത്രയും വചനമൊക്കെ പഠിച്ചു, ഏതാണ്ടൊക്കെ അറിയാന്നുള്ള ഭാവത്തിൽ ഞാൻ ഇങ്ങനെ അങ്ങ് നടന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യം. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ആത്മാഭിഷേകം, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് അങ്ങ് തരണം. പലപ്പോഴും ഞാൻ ഇത് ആഗ്രഹിച്ചിട്ടില്ല. മാതാപിതാക്കളൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ടുണ്ട്, പലപ്പോഴും അങ്ങനെ അവരോട് തർക്കിച്ചിട്ടുണ്ട് പല കാര്യങ്ങള്. പക്ഷേ എനിക്കിത് ആവശ്യമെന്ന് തോന്നി. ഇന്ന് എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഉത്സാഹമോ, ഹല്ലേലൂയ. കാരണം നിലനിന്നു പോയ ഒരു കാര്യമാണ് ഇന്ന് ഇത്. ഹല്ലേലൂയ. ആരും ഇന്ന് ചോദിക്കാനൊന്നുമില്ല. പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു, നീ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? എന്നാൽ എനിക്ക് ആ അനുഭവം എനിക്ക് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ ഒന്നുമില്ലെന്നുള്ള ഒരു വ്യക്തമായ അറിവ്, ബോധ്യം ദൈവം എനിക്ക് പകർന്നു തന്നു. എൻ്റെ വൈഫ് ഓർത്തു ഞാൻ അഭിഷേകത്താലൊക്കെ നിറഞ്ഞ് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. പക്ഷേ അവൾക്കും മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ കയ്യടി മാത്രമേ ഉള്ളൂ. ഞാൻ കയ്യടിയിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ആളായിരുന്നു. കാരണം വെച്ചാൽ ആർക്കും തോന്നരുത് ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോയി. എന്നാൽ ഇതൊന്നും നടക്കത്തില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഹല്ലേലൂയ. ഈവനിങ് ക്ലാസ്സിൽ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, എനിക്ക് വിശ്വാസം കുറവായിരുന്നു. അപ്പോൾ ഒരു വചനം കിട്ടി, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, റോമാലേഖനം 1:17. ആ വചനം എന്നെ ധൈര്യപ്പെടുത്തി. വിശ്വാസത്താൽ ജീവിക്കാൻ പറ്റും. ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്, നമുക്ക് പലപ്പോഴും സംഭവിക്കാം. എന്നാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ നിൽക്കണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവാണ് നമുക്ക് വിശ്വാസം തന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അധികമായിട്ട് പഠിക്കാൻ തുടങ്ങി. കർത്താവ് ഇതെങ്ങനെ ലഭിക്കുന്നത്? അങ്ങനെ ആഗ്രഹം, വളരെ ആഗ്രഹത്തോടെ, വളരെ ദാഹത്തോടെ ഇരുന്നപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെ ഞാനും വൈഫും പിതാവും മാതാവും സഹോദരിയും അതുപോലെ തന്നെ എൻ്റെ വല്യമ്മച്ചിയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഓർത്തു, പാസ്റ്റർമാർ തലയെ കൈവച്ചാലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. എനിക്ക് എങ്ങനെയും കിട്ടിയാൽ മതി എന്നുള്ളത് ഒരാഗ്രഹമായി. എനിക്ക് മനസ്സിലായി ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ സറണ്ടർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മുണ്ടക്കയത്തുള്ള ഒരു ദൈവദാസനെ ഞങ്ങളുടെ സ്ഥലത്ത് വരുവാനിടയായത്. ഞാൻ പറഞ്ഞു, പിതാവിനോട് പറഞ്ഞു, പെട്ടെന്ന് വിളിക്ക്, പാസ്റ്റർ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് കിട്ടുമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് വിളിക്കുക. പാസ്റ്റർ വന്നപ്പോഴത്തേന് ഞങ്ങൾ തയ്യാറായിട്ടിരുന്നു. അങ്ങനെ ഞാൻ വളരെ ആഗ്രഹത്തോടെ ഇരുന്നേ. പാസ്റ്റർ പ്രസംഗിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ വന്നിട്ട് ഞാൻ ശക്തമായിട്ട് അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഏത് ഭാഷ? ആദ്യമൊക്കെ ഒരു വല്ലാതെ എനിക്ക് നാണം തോന്നുന്ന ഒരു രീതിയിൽ, കാരണം വെച്ചാൽ കളിയാക്കിയതല്ലേ കുറച്ച്, കർത്താവും തോന്നി. ഞാൻ അങ്ങനെയുള്ള ഭാഷ പറഞ്ഞു. എനിക്ക് തന്നെ ഉള്ളിൽ എനിക്ക് മനസ്സിലായി ഇതേത് ഭാഷയാ. അതിനുശേഷം കർത്താവ് ഹിന്ദി ഭാഷ എനിക്ക് തന്നു. ഹിന്ദിയിൽ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. കാരണം വെച്ചാൽ എൻ്റെ ആർഗ്യുമെന്റ് ഒക്കെ, എൻ്റെ ഉള്ളിലുള്ള ചിന്തകളെ എല്ലാം പൊട്ടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഇതുള്ളത് തന്നെയാണെന്നുള്ളത് എന്നെ വെളിപ്പെടുത്തി. ഹിന്ദിയിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, നോർത്ത് ഇന്ത്യ തന്നെയാണ് കർത്താവ് എന്നെ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒന്നും, ഇതെല്ലാം ഭയങ്കര കൺഫർമേഷൻ ആയിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ട് തീരുമാനമെടുത്തു. ഒരു 4-5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് വൈഫ് പ്രഗ്നന്റ് ആയി. അതിനുശേഷം ഞാൻ ഓർത്തു, പോകാൻ പറ്റത്തില്ല. പ്രിയ സഹോദരൻ, എന്നെ വിളിച്ച സഹോദരൻ നാട്ടിൽ വന്നു. അപ്പം ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ കർത്താവ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തന്നു. ഞാൻ ഓർത്ത് പോകാൻ പറ്റത്തില്ല.
അതുപോലെ പല തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എല്ലാം നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഭവനത്തിന്റെ ഉള്ളിൽ പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. ഞാൻ വളരെ നുറുക്കപ്പെടുവാനിടയായി തീർന്നു. എൻ്റെ ഹൃദയം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ദൈവം അത്ഭുതകരമായിട്ട് കടന്നു പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു തന്നു. അങ്ങനെ 2009 ആഗസ്റ്റ് മാസം ഏതാണ്ട് 17-ാം തീയതി ബീഹാറിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഇന്ത്യ മിഷൻ നിങ്ങൾക്കറിയാം, പ്രിയ എബി സാറ്, അതുപോലെ തന്നെ അതിന്റെ പ്രസിഡന്റ് ആകുന്ന ജോസഫ് സാറ്, അതിന്റെ ഫൗണ്ടർ ആയിരിക്കുന്ന മാത്യു പിക്കോ സാറ്, ഇവരോട് കൂടെ ചേർന്ന് ഈ 15 വർഷക്കാലം ദൈവത്തിന്റെ കൃപയാല് ബീഹാറില് സീതാമണി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില് സേത്പൂർ എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. 33 പഞ്ചായത്തുണ്ട്. ആ ഒരു പഞ്ചായത്തിന് എനിക്ക് തോന്നുന്നു മലയാളിയായിട്ട് എൻ്റെ അറിവിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ കർത്താവ് ഇവിടെ നിർത്തുവാനിടയായി തീർന്നു. വലിയ കാര്യങ്ങൾ കർത്താവ് ജീവിതത്തിൽ ചെയ്തു. ഈ 2009 ഞാൻ ഇവിടെ വന്നതിന് ശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ വൈഫിന്റെ ഡെലിവറിയുടെ സമയമായി. എന്നോട് വളരെ ആശ്വാസത്തിൽ പറഞ്ഞു, വളരെ ആശ്വസിപ്പിച്ചാ വിട്ടത് വൈഫിന്റെ വീട്ടുകാരും. കാരണം വെച്ചാൽ വൈഫിന്റെ വീട്ടുകാരെല്ലാം പൂർണ്ണമായ വിശ്വാസത്തിലാണ്. അവര് ദാനിയേൽ അരൂർ സാറിന്റെ സഭയിലാണ് കൂടുന്നത്. എൻ്റെ മൂത്തളിയൻ അവിടുത്തെ പാസ്റ്ററാണ് ഫുൾ ഗോസ്പൽ ചർച്ചിലെ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല പൊക്കോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ക്രിട്ടിക്കൽ സംഭവം ഉണ്ടായി ഇതിന്റെ ഇടയ്ക്ക്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പിന്മാറരുത്. കർത്താവിന്റെ വേലയിൽ നിന്ന് നമ്മൾ പിന്മാറരുത്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാ. ആ ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 2.5 മാസം കഴിഞ്ഞു. അങ്ങനെ അവിടെ ഡെലിവറിയുടെ സമയമായി. അപ്പോൾ ഒരു കോള് വന്നു, അവക്ക് ന്യൂമോണിയാണ്. പെട്ടെന്ന് ചെക്കപ്പ് ചെയ്തു. ശ്വാസം മുട്ടലായിരുന്നു. ഞാൻ പോരുന്നതിന് മുമ്പ് തന്നെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ എന്താണെന്ന് വ്യക്തമായി മനസ്സിലായില്ല. അതിനുശേഷം റെഫർ ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് തൃശ്ശൂര്. അവിടുന്ന് കോഴിക്കോട്. ഇങ്ങനെ തൃശ്ശൂർ എന്നപ്പോൾ പറഞ്ഞു വാൽവ് 1 കംപ്ലീറ്റ് ഹോള് വീണു, ഒന്ന് ചുരുങ്ങി, ഇനി ഒരു രക്ഷയുമില്ല, ഇവിടെ അതിനുള്ള സാധ്യതകളൊന്നുമില്ല. കോഴിക്കോടും ഒരു 10-17 ദിവസം ഇങ്ങനെ അവിടെ കിടക്കുവാൻ ഇടയായി തീർന്നു. ഒന്നിനും ഒരു നീക്കുപോക്കില്ല. എന്നോട് പറഞ്ഞു നീ വരണം, പെട്ടെന്ന് വരണം. ഈ മരണത്തെ മുഖാമുഖമായി കാണുന്ന ഒരു സമയമായിരുന്നു. കുഞ്ഞും അമ്മയും മരിക്കുമെന്നുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഇത്രയും ചിന്തിച്ചുള്ളൂ, എന്നെ ഇങ്ങോട്ട് വിട്ട ദൈവത്തിന് എന്റെ കാര്യം അറിയത്തില്ലേ? അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവമല്ലല്ലോ എൻ്റെ ദൈവം എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചു. വിഷമങ്ങൾ ഉണ്ടായിരുന്നു. ശരിയായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാതായി. അപ്പം വേലയ്ക്ക് വേണ്ടി ഇനി ഞാൻ 1 വർഷം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ ഉള്ള തീരുമാനത്തില്, അതിനുശേഷം പോയി വൈഫിനെയും കുഞ്ഞിനെയൊക്കെ കൊണ്ടുവരാന്നുള്ള തീരുമാനത്തിലാണ് വന്നത്. ഇനി എങ്ങനെ ഞാൻ പോകും കർത്താവേ? നീ എന്നെ ഇവിടെ കൊണ്ടുവന്നു, പോണോ വേണ്ടയോ അങ്ങ് പറയണം. ഞാനൊരു 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവം എന്നോട് സംസാരിക്കണം. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കോൺഫറൻസ് ഒക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. പല ദൈവദാസന്മാർ വന്ന് ആശ്വസിപ്പിച്ചു. അതിൻ്റെ അകത്ത് ബാബു എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ തൃശ്ശൂരുള്ള ഒരു ദൈവദാസനാണ്. അദ്ദേഹം എന്നോട് ഒരു വചനം എനിക്ക് തന്നു. ഇതാണ് 91 സങ്കീർത്തനം 14 വാക്യം മുതൽ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും, എന്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. ദീർഘായുസ് ഇത്ര എനിക്ക് കിട്ടി. അപ്പം ദീർഘായുസ് ദൈവം തരും. കർത്താവ് വലിയ പ്രവൃത്തി ചെയ്യും. ഞാൻ ഈ വചനം എൻ്റെ വൈഫിനോട് പറഞ്ഞു, നീ ഇത് പ്രാർത്ഥിക്കുക, ദൈവം അത്ഭുതം ചെയ്യും. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഞാൻ എൻ്റെ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. ഹൃദയമൊക്കെ പൊട്ടുക എന്ന് പറയുന്ന ആ സമയത്ത് എനിക്ക് മനസ്സിലായത്. കാരണം വെച്ചാൽ വിശ്വാസത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തുടങ്ങുമ്പോൾ പല പ്രതിസന്ധികൾ വരും. എല്ലാവരും നമ്മളെ മറക്കും. അതൊരിക്കലും അവരുടെ കുറ്റമൊന്നുമല്ല. ഞാൻ കുറ്റം ആരെയും പെടുത്തുന്നില്ല. കാരണം ആ സാഹചര്യം അങ്ങനെയാ. നമ്മളാണേലും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. കാരണം വെച്ചാൽ ഇത്രയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജില് വൈഫിനെ കാണുവാൻ വരാതെ നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു, നീ പോകണ്ട, ഞാൻ സൗഖ്യം കൊടുക്കും. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. പലരും എതിർത്ത്. കർത്താവിനോട് പറഞ്ഞു, നീ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒറ്റപ്പെടുമെന്ന് പറഞ്ഞു. കർത്താവെ, ഞാൻ അതിനും വേണ്ടി തയ്യാറാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആ സമയം എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ എൻ്റെ ഹൃദയം മാത്രം ദൈവം മാത്രമേ കണ്ടുള്ളൂ. ആ സമയത്ത് എല്ലാവരും, എൻ്റെ വീട്ടില് പലരും
അവരുടെ വാക്കുകളിൽ പോലും എനിക്ക് മനസ്സിലായി ഞാൻ ചെല്ലാത്തതിനുള്ള ഒരു 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 പരിഭവമുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞ് ഞാൻ അങ്ങ് കേട്ടു, ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ അവളെ ഓപ്പറേഷൻ വേണ്ടി കൊണ്ടുപോയി നമ്മുടെ തൃശ്ശൂർ ഹാർട്ട് ഹോസ്പിറ്റലില് പ്രിയ ദാനിയൽ സാറ് സഭ അതൊക്കെ ഏറ്റെടുത്ത് അവർ ചെയ്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സമയത്ത് കർത്താവിന്റെ ദാസന്മാരെ കർത്താവ് അവിടെ ഉപയോഗിച്ചു. ഞാൻ ദൈവത്തിന് നന്ദിയോടെ, അവൾ തൃശ്ശൂര് കോളേജിൽ പഠിച്ചതാണ്. ദാനിയൽ അയ്യൂർ സാറിന്റെ പാസ്റ്റർ ദാനിയൽ അയ്യൂർ സാറിന്റെ കോളേജിലാണ് വൈഫ് പഠിച്ചത്. അവൾ അവിടെ നിന്ന് വേല ചെയ്തതാണ്. അവർ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തു. വലിയ ദൈവപ്രവൃത്തി ഞങ്ങൾക്ക് കാണുവാനിടയായി തീർന്നു. ഡോക്ടർ പറഞ്ഞു ഒരു പ്രതീക്ഷയില്ല, എന്റെ സൈൻ വേണം, ഇതെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല, എന്റെ പകരം എനിക്ക് തോന്നുന്നു എന്റെ മൂത്തളിയനാണ് ഇട്ടത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓപ്പറേഷൻ നടന്നപ്പോൾ കർത്താവ് അത്ഭുത വിടുതൽ കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ ഓർത്തില്ല, കാരണം വെച്ചാൽ ഓപ്പറേഷൻ ചെയ്താലും സക്സസ് ആകത്തില്ലെന്ന് പറഞ്ഞു. ആദ്യം വൈഫിന് ഒരു വെള്ളിയാഴ്ച, അവക്ക് 2009 ഒരു വെള്ളിയാഴ്ച നവംബറില് അവക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം പ്രിയ കുഞ്ഞിനെ ഓപ്പറേറ്റ് ചെയ്തെടുത്തു, ഓപ്പറേഷനിലൂടെ എടുത്തു. 2 ഓപ്പറേഷൻ ഒരുമിച്ച് അവൾക്ക് ഹാർട്ടിന്റെ നടന്നു. കുഞ്ഞിന് ഡെലിവറിയുടെ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു. ശരീരത്തിൽ വളരെ ക്ഷീണമുണ്ട്, എങ്കിലും കർത്താവ് അത്ഭുതകരമായിട്ട് അവളെ വിടുവിക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ നേരത്തെ തന്നെ കുഞ്ഞിന് പേരിട്ടു. ഇന്ന് അവന്റെ പിറന്നാളാണ്, ആശർ എന്നുള്ളത്. 15 വയസ്സായി ദൈവകൃപയാല്. ഇന്നും കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ ശക്തമായിട്ട് നിൽക്കുന്നു. വലിയ പ്രതികൂലങ്ങൾ ഇതിന് ശേഷവും വന്നിട്ടുണ്ട്, എന്നാൽ ഇത് വലിയൊരു ഞങ്ങൾക്ക് വലിയ വിശ്വാസത്തിന് കാരണമായി തീർന്നു. എപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ കാര്യം ഓർക്കും, ജീവനെ തന്ന ദൈവമല്ലേ, ഇനിയും ജീവനെ തരുവാൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് ഞങ്ങളെ ഒരുക്കുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, നമ്മുടെ കഷ്ടങ്ങളിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യനും കഷ്ടത ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നമ്മളെ ദൈവം കടത്തി വിടുന്നത് നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. എൻ്റെ ഹൃദയത്തിലെ ചിന്തകള്, നിരൂപണങ്ങള്, നമ്മുടെ വിചാരങ്ങളെ എല്ലാം കർത്താവ് അങ്ങ് മാറ്റി ദൈവത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുമായിരുന്നു. ഹല്ലേലൂയ. കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു പൊന്നു പോലെ നമ്മൾ പുറത്തു വരുന്നത്, കർത്താവിന് ഉപയോഗമാകുന്ന പാത്രമായി തീരുന്നത്. ആ ഒരു സത്യം മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പോഴും വരുമ്പോൾ ദൈവത്തിൽ അങ്ങ് ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ജീവിതത്തിന്റെ അന്ത്യം വരെയും ചിലതിലൂടെയൊക്കെ ദൈവം കടത്തി വരും. അത് ദൈവത്തിന്റെ പദ്ധതിയാ. ദൈവത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പലപ്പോഴും നമുക്ക് ചോദ്യമുണ്ട് ഹൃദയത്തിൽ, ഇത് എന്തുകൊണ്ടൊക്കെ സംഭവിക്കുന്നു. പക്ഷേ എല്ലാത്തിനും ഉത്തരം കർത്താവ് മാത്രമാണ്. ഇയ്യോബിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കും, അല്ലെ, അരമുറുക്കിക്കൊള്ളുക. നമ്മളോട് പലപ്പോഴും ചോദ്യം ചെയ്യിക്കാൻ കർത്താവ് അവസരം തരിക. അരമുറുക്കിക്കോ നീ, ഞാൻ നിന്നോട് ചോദിക്കാം, എന്തെങ്കിലും ഉത്തരവുണ്ടോ? കർത്താവ് ചോദിക്കുന്നതിന് ഉത്തരം നമുക്കില്ല. ഹല്ലേലൂയ. സകലത്തിനും ഉത്തരം തരുന്നത് ദൈവം മാത്രമാണ്. സകലത്തിനും, സകല പ്രശ്നങ്ങൾക്കും കർത്താവിന് പരിഹാരമുണ്ട്. നമ്മുടെ മനസ്സ് മാറാം, ചിന്തിക്കാം, ചിന്ത വരാം, മനുഷ്യനാ. പക്ഷെ ഒരു കാര്യം വിശ്വസിക്കണം, ഇതിനെന്തോ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്, വലിയ ദൈവപ്രവൃത്തിയുണ്ട്. ഞങ്ങൾ വിശ്വസിച്ചു. തള്ളിക്കളഞ്ഞവരെല്ലാം, ഞാൻ 1 വർഷത്തിന് ശേഷമാണ് എൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയത്, പ്രിയ സഹോദരിയുടെ വൈഫിന്റെ ഭവനത്തിലേക്ക് കടന്നുപോയത്. ഞാൻ ഓർത്തത് എങ്ങനെയായി തീരും, ആൾക്കാർ എങ്ങനെ എന്നെ ഫേസ് ചെയ്യും, എന്നോട് എന്നൊക്കെ പറയും, ഇതൊക്കെ ഞാൻ മനസ്സിൽ കരുതി. അപ്പം കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അവന്റെ രൂപം ഒരു വികൃതം പോലെയായിരുന്നു. തലയൊക്കെ ഇങ്ങനെ, എപ്പോഴും എൻ്റെ ആ ഫോട്ടോയുണ്ട്, ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ഷേപ്പ് ഒന്നുമില്ല, ഇങ്ങനെ തലമുടിയൊന്നും ഇല്ലാതെ ചെറിയ. അപ്പൊ ദൈവം എന്നെ കാണിച്ചു, അവന് നല്ല വണ്ണവും ചിരിക്കുന്ന ഒരു മുഖമൊക്കെ കാണിച്ചു. ഞാൻ ചെല്ലുമ്പോൾ അങ്ങനെ സ്വപ്നത്തിൽ കാണിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ ചെന്നപ്പോൾ അവൻ ചിരിക്കുന്ന മുഖത്തോടെ നല്ല വണ്ണം ഉണ്ടായിട്ട്. ഹല്ലേലൂയ. ദൈവം അന്ന് വാട്സപ്പ് ഒന്നുമില്ല, അന്ന് ഒരു സൗകര്യവും ഇല്ല. എങ്ങനെ ഈ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റും? ഒരു അപ്പന്റെ വേദന എന്തെന്ന് എനിക്കന്ന് മനസ്സിലായി. ഹല്ലേലൂയ. ഒരു കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല, പ്രിയ സഹോദരിയെ കാണാൻ പറ്റുന്നില്ല, അവളെ കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെ വലിയ വേദനയായി തീർന്നുവെങ്കിലും, പല ചിന്തകള് പലരുടെ ജീവിതത്തിൽ വന്നുവെങ്കിലും, ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, പലരും എന്നോട് പറഞ്ഞു, എന്നെ തള്ളി പറഞ്ഞു, അവനെ തള്ളിക്കളഞ്ഞ, അവനെ ഉപേക്ഷിച്ചേര്, അവന്റെ കൂടെ ഇനി പോകണ്ട എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞു. സത്യമായിട്ട് നിങ്ങളുടെ വിശ്വാസം വലുതായിരുന്നു.
ദൈവം വലിയവനാ. ഹല്ലേലൂയ. ഞാനൊന്നും മിണ്ടിയില്ല. കർത്താവ് വലിയവനാ. നമ്മൾ മിണ്ടാതിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. കുറച്ചു നാളൊക്കെ മനസ്സിൽ അങ്ങനെ തോന്നി, പലർക്കും പലതും മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഇന്ന് കർത്താവ് അങ്ങ് മാറ്റി. ഹല്ലേലൂയ. ഇന്ന് നിന്നത് കർത്താവിന് വേണ്ടിയാണെന്ന് അവർക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ തളരേണ്ട കാര്യമില്ല. കഷ്ടകാലത്ത് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ്. ഇന്നും കൂടെ ഇരിക്കുന്നു. ഇന്നും ഞാൻ അനുഭവിക്കുക. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ ICU ഒക്കെ ഞങ്ങളുടെ വീട് തന്നെയാണെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ രോഗം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വൈഫിന് അതിനുശേഷവും പല രീതിയിലുള്ള പ്രോബ്ലംസ് വന്നു. എങ്കിലും കർത്താവ് അത്ഭുതകരമായിട്ട് വിടുവിക്കുന്നു. ഞാനത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഓർക്കുകയാണ്, പലരും വന്നു കഴിഞ്ഞ് എന്തെല്ലാം സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. എന്നാൽ ദൈവം താങ്ങുന്നത് വലിയതാണ്. ദൈവത്തിന്റെ കരത്തിന്റെ കീഴിലാണ് നമ്മള്. ഞാൻ ദൈവത്തോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഭാരപ്പെടേണ്ട. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഈ ഒരു സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നത് അനേകരെ ബലപ്പെടുത്താനാ എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. ശുശ്രൂഷയിൽ കടന്നു വരുന്നവര്, നോർത്തിലേക്ക് കടന്നു വരുന്ന പല ആൾക്കാര് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവര് തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോകും. അവിടെ ചെന്നതിന് ശേഷം അവർക്കൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല. എന്നോട് കർത്താവ് പറഞ്ഞു, നീ അവിടെ ചെന്നാൽ എന്നാ പരിഹരിക്കാൻ പറ്റും? മരിക്കാൻ പോകുന്ന ഒരാളെ നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും? ജീവന്റെ ദാതാവ് ദൈവമാ. ഹല്ലേലൂയ. ഞാൻ ബീഹാറിൽ നിന്നാലും എവിടെ നിന്നാലും ജീവനെ കൊടുക്കുന്ന ആരാ? കർത്താവാ. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു പക്ഷെ ഞാൻ അവിടെ തിരിച്ചു കടന്നു പോയിരുന്നെങ്കിൽ ഇന്ന് ബീഹാറിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം നിങ്ങള് എന്നിൽ നിന്ന് കേൾക്കുവോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം അനേകർക്ക് വേണ്ടിയാണ് ഞാൻ ആ കഷ്ടതയിലൂടെ കടന്നുപോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും അനേകരെ തോളെ തട്ടി ആശ്വസിപ്പിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. കുഴപ്പമില്ലാത്ത പിടിഞ്ഞു നിൽക്കുക, കർത്താവ് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. കാരണം വെച്ചാൽ മനസ്സിൽ നിന്നാ പറയുന്നത്. അങ്ങനെ പലതും തിരിഞ്ഞു പോകാനുള്ള അവസരം വരാം, വിട്ടുപോകാനുള്ള അവസരം വരാം. എന്നാൽ ദർശനം കർത്താവ് തന്നത് അത് മുറുകെ പിടിച്ചാൽ ദൈവം നമ്മോട് കൂടെ നിൽക്കും. നമ്മൾ മനുഷ്യരാ, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. വലിയ ദൈവപ്രവൃത്തിക്കായി നമ്മൾ ഈ ദിവസങ്ങളെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോവാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥലം കർത്താവിന്റെ പർപ്പസിലുള്ളതാ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാ. അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുക. ദൈവം അവിടെ അത്ഭുതത്തെ ചെയ്യും. ഇന്ന് റൂണി സൈദ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഭവനമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇവിടെ വലിയ കാര്യങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വലിയ വിശ്വാസം എൻ്റെ ഉള്ളിലേക്ക് ദൈവം തരുവാനിടയായി തീർന്നു. ഇന്ന് അനേക സ്ഥലങ്ങളിൽ, ബീഹാറിന്റെയും ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിൽ പോയി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു വലിയ കൃപ ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നു. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഇനിയും ഞാൻ വിശ്വസിക്കുന്നു വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. നിങ്ങൾക്കൊക്കെ ഒരു സാക്ഷ്യമുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഉണ്ട്. കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊരിക്കലും മറച്ചു വെക്കരുത്. അത് നമ്മൾ തുറന്ന് പറയുക. ദൈവം ചിലരെയൊക്കെ തയ്യാറാക്കാനുണ്ട്. ഹല്ലേലൂയ. ദൈവം ചിലരെയൊക്കെ ഇതിലൂടെ ബലപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പിന്മാറി പോകണ്ട. മരണത്തെ ജയിച്ച ഒരു യേശുവാണ് നമ്മുടെ യേശു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് കർത്താവിന്റെ കൈരങ്ങളില്ല. ഹല്ലേലൂയ. അതും നമ്മൾ വിശ്വസിച്ചേ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് ജീവൻ തന്നത് ആരാ? കർത്താവ്. ആ ജീവനെ എടുക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതെന്റെ ജീവിതത്തിൽ നിന്നാ പറയുന്നത്. കഴിഞ്ഞ നാളുകളിലെല്ലാം കർത്താവ് ഇവിടെ നിർത്തി. ഇതിനുശേഷവും പ്രിയ സഹോദരിക്ക്, അവൾക്ക് വൈഫിന് പല പ്രശ്നങ്ങളുണ്ടായി. ഫിക്സ് വന്നു. ഞാൻ ഓർത്ത് ഇതെന്താ. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കർത്താവിന് ഇനിയും എന്നെ ആവശ്യമുണ്ട്. പണിയുമാണ്. നമ്മളിങ്ങനെ മടിയന്മാരായിട്ട് ഇങ്ങനെ പോകും. ഒരു പ്രവൃത്തിയിലേക്കൊക്കെ മുന്നോട്ട് ഒന്ന് കൂടി വരുമ്പോൾ ആത്മാക്കളുണ്ട്. പിന്നെ ഇതങ്ങ് ഒരു സ്ലോയിലേക്ക് അങ്ങ് പോകും. കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് എന്റെ ജീവിതത്തിലൂടെ തൃപ്തിയില്ല. അത് ഞാൻ വിശ്വസിക്കണം. നമ്മൾ ചെയ്യുന്നതിനൊന്നും കർത്താവിന് തൃപ്തിയില്ലെന്ന്. കാരണം വലിയ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുക. എന്നാൽ നമ്മൾ ചിലതിലൊക്കെ തൃപ്തിപ്പെട്ട് എന്ത് ചെയ്യുക? ഇന്നും കഴിഞ്ഞുകൂടുക. ഇത്രയൊക്കെ മതി, ദൈവം ഇത്രയൊക്കെ ചെയ്തു. പക്ഷെ ഇനിയും ഒരു വർധനവിന്റെ ദിവസങ്ങളാ. ഹല്ലേലൂയ. സ്തോത്രം. അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന. ദൈവം ഒരിക്കലും തൃപ്തനല്ല. ദൈവത്തിന് പ്രവൃത്തിയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ആ ശുശ്രൂഷ ലെവലിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. ഹല്ലേലൂയ. ആന്റിയോട് പറയാ, കർത്താവ് വലിയ വർധനവിലേക്ക് കൊണ്ടുവരുക. ഹല്ലേലൂയ. ഇതുകൊണ്ട് തൃപ്തിപ്പെടരുത്.
ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളുണ്ട്. ഹല്ലേലൂയ, വലിയ പ്രവൃത്തികളുണ്ട്. ഇത് പ്രേക്ഷകരോടും കൂടെ ഞാൻ പറയുക, നിങ്ങളെക്കുറിച്ച് കർത്താവിന് വലിയ പ്രതീക്ഷയാ. എന്റെ മകള്, എന്റെ മകൻ എനിക്ക് വേണ്ടി നിൽക്കും, എന്നെ മഹത്വപ്പെടുത്തും, അവൻ എന്റെ ഏതവസ്ഥയിലും എന്റെ നാമത്തെ ഉയർത്തും. ഹല്ലേലൂയ. യഹോവ നല്ലവനാ. സ്തോത്രം. മനുഷ്യൻ മാറിയാലും ദൈവം ഒരിക്കലും മാറത്തില്ല. മാറാതെ നിൽക്കുന്നത് ദൈവം മാത്രമേ ഉള്ളൂ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തിക്കായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതിന് ശേഷമൊക്കെ ഒരു 3 വർഷം മുമ്പ് അവർക്ക് ഫിക്സ് പോലെ വന്നു. ഈ വർഷവും 2 പ്രാവശ്യം എന്റെ കൺമുൻപിൽ ഇങ്ങനെ അവള് പെടയുന്ന കണ്ടു. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ആത്മാവിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇവള് ശുശ്രൂഷിക്കും, ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കും. ഹല്ലേലൂയ. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമാണ്, ശരീരമെല്ലാം വലിഞ്ഞു മുറുകി വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം എന്നെ തയ്യാറാക്കുന്നു. ഇതൊന്നും പിശാചിന്റെ കാര്യമല്ല. കാരണം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല. ഇയ്യോബിന്റെ ജീവിതത്തിലും ദൈവം അനുവദിച്ചിട്ട് മാത്രം ആ പിശാച് തൊട്ടത്. നമുക്കൊരു ഒരു കാര്യമുണ്ട്, എല്ലാം പിശാച. ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് എനിക്ക് ഭയമായിരുന്നു. കാരണം വെച്ചാൽ മുറിക്ക് വെളിയിലിറങ്ങാൻ പേടിയാ. വിശ്വാസികളാ, നമ്മളെല്ലാം വിശ്വാസികളാ. മുറിക്ക് വെളിയിലിറങ്ങാൻ പേടിയാ. അവിടെ ഇതുണ്ട്, ഇവിടെ ഇതുണ്ട്, ഇതെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ വലിയ പിശാചിന്റെ കോട്ടയിലേക്കാണ് കർത്താവ് നമ്മളെ അയച്ചത്. ആന്റിക്കൊക്കെ അറിയാം നോർത്ത് ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ആരോട് നമ്മൾ പറയും, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. എനിക്കൊരു കാര്യം മനസ്സിലായി, കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിക്കും. ഇവിടുന്ന് കേരളത്തിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വിശ്വാസം കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ആരും കുറ്റപ്പെടുന്നതല്ല, കേരളത്തിലുള്ളവരെ ഒന്നും ഞാൻ കുറ്റപ്പെടുന്നതല്ല. ഇത് നമ്മുടെ ഒരു പാരമ്പര്യമായി തീർന്നതുകൊണ്ട് പറയുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ദൈവം അനുവദിക്കാതെ 1-2 അധ്യായങ്ങളിൽ മാത്രമേ ഉള്ളൂ പിശാച് പ്രത്യക്ഷപ്പെടുന്നുള്ളൂ യോബിന്റെ ജീവിതത്തിൽ. അതിനുശേഷം അവൻ പോയി. സ്തോത്രം. പിന്നെ ദൈവം കാര്യങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ ചിലപ്പം പിശാചിനെ അനുവദിച്ചെന്നിരിക്കും. അത് നമ്മളെ പണിയാൻ വേണ്ടിയാ. സ്തോത്രം. അതെന്നെ പണിയാൻ വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഉള്ളിലുള്ള പലതിനെയും കർത്താവ് തകർത്തോണ്ടിരിക്കുക. ഇന്നും തകർന്നെന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പരിശുദ്ധാത്മാ ചെയ്യും. നമ്മളെ മെനഞ്ഞെടുക്കും. ഭാരതത്തിന് വേണ്ടി, അനേക രാജ്യങ്ങൾക്ക് വേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഒന്നും പറയണ്ട, കർത്താവിന് വേണ്ടി പോയി നിന്നാ മതി. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. സ്തോത്രം. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഉപവാസവും പ്രാർത്ഥനയും ഇതൊക്കെ നല്ലതാണ്. പക്ഷെ പ്രാർത്ഥനയും ഉപവാസം എന്തിനാ? നമ്മുടെ ജീവിതം മാറാനാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതം മാറുന്നില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല, ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല, ഞാൻ പ്രവചിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. പൗലോസ് പറയുന്നു 13-ാം അധ്യായത്തിലെ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പം ദൈവസ്നേഹമല്ല നമ്മൾ ആദ്യം വരേണ്ടത്. ഈ സ്നേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കും, സഹിക്കും, നമ്മൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളും. ഇതുവരെയും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ചിന്തിക്കണം, ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഏറ്റവും ആത്യന്തികമായിട്ടുള്ള കാര്യം ദൈവസ്നേഹമാണ്. എനിക്ക് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളവിടെ പരാജയപ്പെടുക. നമ്മുടെ അന്യഭാഷ കൊണ്ടോ നമ്മുടെ പ്രവചനം കൊണ്ടോ കർത്താവ് സന്തോഷിക്കുന്നില്ല. എന്നാൽ സ്നേഹത്തിലൂടെയുള്ള ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും മനസ്സിനെ നോവിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. ഞാൻ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവെ അങ്ങനെയുള്ള മേഖലകളിലെല്ലാം ദൈവമേ എന്നെ ഒന്ന് പണിയണം. ഹല്ലേലൂയ. എന്നെ തിരസ്കരിച്ചവരെ മാറോട് ചേർക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണം എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അത് അസാധ്യമാണെന്ന് നമുക്ക് തോന്നാം, എന്ന ദൈവത്താൽ എല്ലാം സാധ്യമാണ്. ആമേൻ. യോസഫിനെ അതിനുവേണ്ടിയാണ് പൊട്ടക്കിണറ്റിലിട്ട്. ഞാൻ പഠിച്ചപ്പോ ഒരു കാര്യം മനസ്സിലായി, ഇവൻ പൊട്ടക്കിണറ്റി വീണു. പോത്തിഫറിന്റെ ഭവനത്തിലുള്ള ഇൻസിഡന്റ് എല്ലാം നമുക്കറിയാം, കാരാഗൃഹത്തില്. ഈ സമയത്തെല്ലാം യോസഫിനെ ദൈവം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇതെല്ലാം എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് യോസഫ് പറയുന്നത്, തന്റെ സഹോദരന്മാർ വന്നപ്പം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ രക്ഷപ്പെടാനാ ഞാൻ ഇവിടെ വന്നത്. സ്തോത്രം. അങ്ങനെ ഒന്ന് ചിന്തിച്ച്
മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഈ കഷ്ടങ്ങളിലൂടെ കടന്നുപോയത് എന്ന് നമ്മൾ വിചാരിച്ചാൽ പല പ്രശ്നങ്ങളും എന്ത് ചെയ്യും? സോൾവ് ആയി പോകും. സ്തോത്രം, ഹല്ലേലൂയ. ആ ചിന്തയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്ന വചനങ്ങൾ അത് നമ്മുടെ ജീവിതത്തെ പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ശോധന ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ദൈവം വലിയ കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ ഇടയായി തീരും. ഇന്ന് ദൈവകൃപയാല് ഒരു 10-40 പേര്. സൗണ്ട് പോയി പാസ്റ്ററെ, സൗണ്ട് പോയി മ്യൂട്ടല്ലായി. സ്തോത്രം സ്തോത്രം. കോള് വന്നാണ്. ഓക്കെ. ഇന്ന് 10-40 പേര് കൂടുന്ന ഒരു കൂട്ടം ആൾക്കാര് പല സ്ഥലങ്ങളിൽ കർത്താവ് കൂട്ടായ്മകൾ തരുവാനൊക്കെ ഇടയായി തീർന്നു. ഏതാണ്ട് 10-30 പേരോളം അടുത്ത് സ്നാനപ്പെട്ടിട്ടുണ്ട്. ഞാൻ കോള് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഡിസ്റ്റർബ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ക്ഷമിക്കണം. ഞാൻ പറയുന്നു, ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കർത്താവ് തരുവാനിടയായി തീർന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കുഞ്ഞുങ്ങൾ പ്രാപിക്കണം. ഒരു കുഞ്ഞ് അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവൾ പ്രാപിക്കുവാനിടയായി തീർന്നു. അവള് ചർച്ചിനെ കുറിച്ച് പ്രവചിക്കുവാനിടയായി തീർന്നു, ദർശനങ്ങൾ കാണുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, ഇനിയുള്ള നാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയും നമ്മുടെ തലമുറകളെ അതിനായി ഒരുക്കേണ്ടതിനായി നമ്മൾ പ്രാർത്ഥിക്കുക. ഞാനും വിശ്വസിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തയ്യാറാകും. എനിക്കിത് ആവേശം പറയുമ്പോൾ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാവില്ലെങ്കിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഒന്നുമില്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ ഒന്നുമില്ല. ബാബുച്ചെറിയാൻ പാസ്റ്റർ എപ്പോഴും പറയുന്നു ഈ ഒരു കാര്യം, ഇതൊന്നും ആരും പ്രസംഗിക്കാനില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ഇടയിലൊക്കെ കർത്താവിന്റെ അഭിഷക്തന്മാരെ അങ്ങനെ നിർത്തിയിരിക്കുക. അതൊക്കെയാ ഞങ്ങളുടെ ബലം. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ ദിവസങ്ങളാണ്. അത് നമ്മൾ കാണും, അത് നമ്മൾ കേൾക്കും, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് നമ്മൾ തൃപ്തിയാകും. ഇനി അങ്ങനെയുള്ള ശുശ്രൂഷകളാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. ബുദ്ധിയിലുള്ള ശുശ്രൂഷകളൊന്നും ഇനി നടക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ബുദ്ധിയെ മാറ്റി ആത്മാവിന് നമ്മൾ കീഴ്പ്പെടുന്നുവെങ്കിൽ നമ്മളെ ദൈവം ഒരുക്കുവാനിടയായി തീരും. ഇന്നും കർത്താവിന്റെ കൃപയാൽ ഇന്ത്യ മിഷനോട് ചേർന്ന് കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് വരുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ ഒരു കാര്യം പ്രാർത്ഥിച്ചു, കർത്താവെ, പല ഡിനോമിനേഷനുകളിൽ ഇങ്ങനെ മാറി കേരളത്തിലൊക്കെ മാറി ഓരോരുത്തർ പോകുന്നു. എന്നാൽ 15 വർഷമായിട്ട് ദൈവത്തിന്റെ കൃപയാല് ഒരു സംസ്ഥയുടെ ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങള് ഇന്ത്യ മിഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്നെങ്കിലും സഭകളെല്ലാം IPC AG ഇങ്ങനെയുള്ള ഇതിലാണ്. ഞങ്ങളിവിടെ IPCയോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല ദൈവം നോക്കുന്നത്. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. നിങ്ങളെക്കുറിച്ചുള്ള ദൈവീയ പദ്ധതികൾ വലുതാ. കർത്താവ് അത് വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, നമ്മൾ കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ ചാരുക. വേറൊരു ആശ്രയവും നമുക്കില്ല. കർത്താവിനോട് ചേർന്ന് നിൽക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനോട് പറയുക. ഇത് മാത്രമാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആന്റിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്. ബീഹാറിലുള്ളതായ പാസ്റ്റർ ചെന്ന കാലഘട്ടങ്ങളിലൊക്കെ ഒന്നുമില്ലാത്തടത്താണല്ലോ നമ്മൾ ചെന്നത്. അപ്പൊ അവിടുത്തെ പ്രവർത്തന രീതികളൊക്കെ എങ്ങനെയായിരുന്നു? കർത്താവ് അവിടെ ചെയ്ത അത്ഭുതങ്ങള്, കർത്താവ് അവിടെ ചെയ്ത കുറെ കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമായിരിക്കുമല്ലോ. ബീഹാറിനെ കുറിച്ചുള്ളതായ ഒരു വരണ്ട ഒരവസ്ഥയായിരുന്നല്ലോ 15 വർഷം മുന്നേ. ഓക്കെ ആന്റി, താങ്ക് യു. ഞാൻ പറയാം, ഞങ്ങൾ ഇവിടെ വന്നപ്പോ സത്യം പറഞ്ഞ ആന്റി പറഞ്ഞ പോലെ ആന്റിക്ക് അറിയാം, നോർത്തിന്റെ ഒരു വരണ്ട അവസ്ഥയായിരുന്നു. ആരും പൂർണ്ണമായിട്ട് കർത്താവിനെ വിശ്വസിക്കുന്നവരില്ലായിരുന്നു. ആ കർത്താവിനെ കുറിച്ച് കേട്ടവരുണ്ടായിരുന്നു. അവരെയൊക്കെ പരിചയപ്പെടുവാൻ ഇടയായി തീർന്നു. അവർക്ക് പലയിടത്തും ഞങ്ങൾ വന്നപ്പോൾ വിരോധമൊന്നുമില്ല, എന്നാൽ ഡ്രൈ ആയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. പൂർണ്ണമായിട്ട് ഒരു വ്യക്തി കർത്താവിലേക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ആ സമയത്ത്. അവർ വരിക പോവുക, കർത്താവിനെ പൂർണ്ണമായിട്ട്. എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 2-3 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ പോയി. എൻ്റെ കൂടെ ഒരു സഹോദരനും ഉണ്ടായിരുന്നു, ഇവിടുത്തെ ബീഹാറിലുള്ള. അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഇവിടുന്ന് പോയി, ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവെ ആത്മാക്കളെ തരണം. അങ്ങനെ ഗ്രാമങ്ങളിൽ പോയി. ഒരു സഹോദരി വരുമായിരുന്നു. ആ സഹോദരിയുടെ കൂടെ അടുത്തുള്ളൊരു ഗ്രാമത്തിൽ പോകുമായിരുന്നു എന്നാൽ ആ സഹോദരി വിശ്വസിച്ചില്ല. എന്നാൽ ആ തൊട്ടടുത്തുള്ള ഒരു സഹോദരി, ഉഷ എന്ന് പറയുന്ന ഒരു സഹോദരി, വഴിയിൽ ഇങ്ങനെ ഞങ്ങൾ എന്താണെന്ന് ഇത് കേൾക്കാൻ വേണ്ടി, പുള്ളിക്കാരൻ എന്നെ നേരത്തെ കണ്ടിട്ടുണ്ട്, എന്താ കേൾക്കാൻ, ഞാൻ എന്തൊക്കെയോ യേശുവിനെ കുറിച്ച് പറഞ്ഞു.
എനിക്കറിയാവുന്ന ഹിന്ദിയിലൊക്കെ അങ്ങ് പറഞ്ഞപ്പോൾ പുള്ളിക്കാരുടെ അകത്ത് പരിശുദ്ധാത്മാവ് വിശ്വാസം കൊടുത്തു. കർത്താവിനെ പുള്ളിക്കാരത്തെ അങ്ങ് സ്വീകരിച്ചു. അത് ഇന്നും എനിക്ക് അത്ഭുതമാണ്. ഇതെങ്ങനെ നടന്നെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രസംഗമൊക്കെ പോഷത്വത്തിലായി. എന്തുവാ സംഭവിച്ചെന്ന് എനിക്കും അറിയത്തില്ല. അത് അത്ഭുതമാ. ആ ഗ്രാമത്തില് അങ്ങനെ എൻട്രി കിട്ടി. ആ ഒരു കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അവരുടെ മൂത്ത മകള് വിശ്വാസത്തിലേക്ക് വന്നു. അവര് ഇടയ്ക്ക് വിശ്വാസത്തിന് പിന്മാറുന്ന അവസ്ഥയിലേക്ക് വന്നുവെങ്കിലും പൂർണ്ണമായിട്ട് ഇപ്പോൾ അവരെ ദൈവം അതിനെ പണിത് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് പ്രിയ ഉഷ എന്ന് പറയുന്ന പുള്ളിക്കാരത്തി സ്വീകരിച്ചു. പുള്ളിക്കാരത്തി തയ്യൽക്കാരിയാണ്. പുള്ളിക്കാരത്തി പോയിട്ട് വേറൊരു സോണി എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളോട് പറഞ്ഞു, അവളുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മന്ത്രവാദ കുടുംബവും, അവിടെ പപ്പ രണ്ടാമത് കെട്ടിയതാ, ഇവള് മാത്രമേ ഉള്ളൂ ആദ്യ കെട്ടില്. അതുകൊണ്ട് ഇവളോട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവള് മരിക്കാൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. എന്നാൽ മാർക്കറ്റില് ഇതെല്ലാം സബ്ജിയെല്ലാം വിൽക്കുന്ന ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അവള് കുടുംബത്തെ സ്നേഹിച്ചു, പക്ഷെ അവളെ ആരും സ്നേഹിച്ചില്ല. അങ്ങനെ യേശുവിനെ കുറിച്ച് കേട്ടു. യേശു അവൾക്ക് ദർശനം കൊടുത്തു. യേശുവാണ് സത്യദൈവം എന്ന്. അവൾ എന്റെ അടുത്തേക്ക് വരുവാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെയാണ് ശരിക്കും ദൈവം എന്നെ പഠിപ്പിച്ചത്. കാരണം വെച്ചാൽ അവളിൽ ഒത്തിരി ഭൂതം ഉണ്ടായിരുന്നു. ഞാനും വൈഫും അന്ന് പിള്ളേര് 3 വയസ്സും 1 വയസ്സും ഒക്കെ ഉള്ളൂ. അമ്മമാര് കുഞ്ഞുങ്ങളാ. അപ്പോ ഇവള് ഇളകുമ്പോഴത്തേന് ഞങ്ങൾ റൂം അടച്ചിട്ടിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് നമുക്കും പ്രത്യേക അനുഭവങ്ങളൊന്നുമില്ല. ദൈവം ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിനാ എന്നെ ഈ പ്രതിസന്ധിയിലാക്കിയത്? കാരണം വെച്ചാൽ ഒന്നും പരിചയമില്ലാത്ത സ്ഥലം, നാട്ടുകാരെ, ഇവരെയൊക്കെ എന്നാൽ അയലോക്കംകാരൊക്കെ നല്ല ആൾക്കാരായിരുന്നു. അവരോട് സഹകരണം ഉണ്ടായിരുന്നുകൊണ്ട് അവര് പറഞ്ഞു, ഈ ഭൂതത്തെയൊക്കെ ഓടിക്കുന്നത് ഇവിടെയല്ല, വീടിന്റെ അകത്തല്ല, ഏതെങ്കിലും മൈതാനത്ത് പോയിട്ട് നിങ്ങൾ ഭൂതത്തെയൊക്കെ ഓടിക്കുക. കാരണം വെച്ചാൽ ആ ഭൂതങ്ങളെയൊക്കെ ഇറക്കുന്ന അങ്ങനെയാ അവര്. ഇവിടെ ഭൂതത്തെ ഇറക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 2-2.5 മാസം അവളിൽ വലിയ ദൈവപ്രവൃത്തി കണ്ടു. അവളിലുള്ള ഭൂതങ്ങളെല്ലാം ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞു പോകുന്നു. ഞാൻ അവസാനം പറഞ്ഞു, അവള് മരിച്ച പോലെ ആയിപ്പോയി. അപ്പൊ എനിക്കറിയത്തില്ലല്ലോ പിശാചിന്റെ തന്ത്രമാണെന്ന്. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ തീർന്നോ, ഇനി എന്താ, ഭയങ്കര ഇതായി. അന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഒരു പരിപാടി നടക്കുന്നില്ല, ദൈവമേ നീ പരിശുദ്ധാത്മാവെ അങ്ങ് ചെയ്യേ, അങ്ങ് പറ, ഇവളുടെ അകത്ത് എന്താ കിടക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അന്നേരത്തിന് പിശാചിന്റെ തന്ത്രമായിരുന്നു. പ്രാർത്ഥിച്ചപ്പോ അവൾ വീണ്ടും എഴുന്നേറ്റു. അതിനുശേഷം ഞാൻ തലേ കൈവച്ച് ഞാനും വൈഫും ഒക്കെ പ്രാർത്ഥിച്ചു, കർത്താവെ ഇവളിലുള്ള പ്രശ്നങ്ങള്. അങ്ങനെ ദൈവാത്മാവ് സംസാരിക്കും. ഇവള് ബോധം കെട്ടിട്ട് ചെറുപ്പം മുതലുള്ള കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി മനസ്സിൽ നിന്ന്. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാ. ഞാൻ കണ്ടതാണ്. ഇവൾ ഉണർന്നപ്പോ ഞാൻ ചോദിച്ചു, ഇന്ന പോലെയാണോ സോണി? അപ്പൊ പറഞ്ഞു, ഇതാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, നീ തന്നെ പറഞ്ഞു, ദൈവം പറയിപ്പിച്ചു നിന്നെ കൊണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ദൈവാത്മാവ് വെളിപ്പെടുത്തി. എനിക്ക് മനസ്സിലായ അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വലിയ പ്രതിസന്ധിയിലൂടെ അവൾ കടന്നുപോയി. ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഇവള് വേറൊരു പാസ്റ്ററെ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. അവിടേക്ക് സഹിക്കാൻ വയ്യാതായപ്പോ, പീഡനം സഹിക്കാൻ വയ്യാതായപ്പോ അവള് ഓടിപ്പോയി. അപ്പം എല്ലാരും അന്വേഷിച്ച് നടക്കുക. ആ സമയത്ത് വൈഫിന് പല്ലിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാട്ടിൽ ഞങ്ങൾ വന്നു. ആ 1 മാസം എന്നെ അന്വേഷിച്ച് നടക്കുക അവർ വീട്ടുകാർ മൊത്തം. ഞാൻ തിരിച്ചു വന്നു. ഞാൻ ഓർത്ത് ഇനി എന്നെ ആകും. എന്നാണേലും ധൈര്യം, കർത്താവിലുള്ള ധൈര്യത്തിൽ തിരിച്ചു വന്നു. ദൈവമല്ല ഇവിടെ വിട്ടെ. ഇവിടെ വന്നപ്പോ ഞാനൊരു വക്കീലിന്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു, അവരിവിടെ ഇല്ല, അവര് നല്ല ആൾക്കാരാ, നിങ്ങളുടെ മകള് പോയെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക അവൾ എവിടെയാ പോയെന്ന്. ഇന്ന് വരെ അറിയത്തില്ല അവൾ എവിടെയാ പോയെന്നുള്ളത്. ഇന്ന് വരെ ഞാൻ അവളോട് പറഞ്ഞു, നമ്മൾ ചോദിക്കണോ, അപ്പയോട് പറയണോ? വേണ്ട, അവക്കൊരു ധൈര്യക്കുറവുള്ളൂ. ഞാൻ പറഞ്ഞു, ഓക്കെ. ഇന്ന് ദൈവകൃപയാൽ അവളുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേക കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായ ഈ ദേശത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കുടുംബങ്ങളിലൊന്നും ഐക്യതയില്ല, തകർന്നു പോയ കുടുംബങ്ങളെ ഈ ഒരു കുടുംബത്തെ ദൈവം പണിതു. സ്തോത്രം. അവളെ ദൈവം ഉയർത്തി. അവൾ വചനം പഠിച്ചു 1 വർഷം. അതിനുശേഷം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ദൈവവേല ചെയ്യുന്ന ഒരു സഹോദരനുമായിട്ട് അവിടെ കല്യാണം നടന്നു. ഇന്ന് 2 കുഞ്ഞുങ്ങളുണ്ട്. കർത്താവിന്റെ വേലയിൽ ശക്തമായിട്ട് നിൽക്കുന്നു. ഞാൻ ഓർക്കുന്നു, ആ ഒരു കുഞ്ഞിന് വേണ്ടി എത്രമാത്രം കഷ്ടങ്ങളിലൂടെ കടന്നു പോകാൻ ഇടയായി തീർന്നു. എന്നാൽ അവിടെയെല്ലാം ദൈവം താങ്ങി. ഇന്നും എന്നെ താങ്ങുന്നു. ഇന്ന് ഞാൻ ജീവിക്കുന്ന അത്ഭുതത്തിൽ തന്നെയാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കടന്നു വരാറുണ്ട്. അവിടെയൊക്കെയും ആരും ഒരു ചോദ്യം ചോദിക്കാതെ കർത്താവ് പറഞ്ഞില്ലേ യോശുവോട്, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ മുന്നിൽ നിൽക്കത്തില്ല. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ മാത്രമേ നിൽക്കത്തുള്ളൂ. ഒരു നായും കുരച്ചില്ലെന്ന. സ്തോത്രം. ഒരു നായും ദൈവമക്കളെ നോക്കി. അങ്ങനെയെങ്കിൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും.
സ്തോത്രം. പല പ്രശ്നങ്ങളുണ്ടായി. അവൾ ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നു. ഇന്ന് ഇവിടെ വരുന്നേക്കാട്ടും ആൾക്കാര് ആത്മാക്കളെ അവൾ നേടിക്കൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമായിട്ട് വലിയ പ്രതിസന്ധികളിലൂടെ അവളും കടന്നുപോയെങ്കിലും ദൈവം അവളെ വിടുവിച്ച് ഇന്ന് ശക്തമായിട്ട് അവളെ ഉപയോഗിക്കും. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ആ കുടുംബം, ഒരു കുടുംബത്തിലൂടെയാണ് ഇത്രയും പേര് ഇന്ന് ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നത്. ഇന്ന് ആ പ്രിയ പേരൻസ് ഒക്കെ വിശ്വാസത്തിലായോ? പേരൻസ് വിശ്വാസത്തിലല്ല. അവളോട് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞു നീ വാ. അപ്പൊ അവൾക്ക് ഒരു മടി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ദൈവത്തിന്റെ ഹിതം പോലെ നടക്കട്ടെ. കർത്താവ് അതിനു വേണ്ടി സമയങ്ങളെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം അത് പൂർത്തീകരിക്കും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവ് എല്ലാവരെയും ഒരുക്കുമെന്നുള്ളത് വിശ്വസിക്കുന്ന. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ആ ഭവനത്തെ കുറിച്ചൊക്കെ ദൈവം വെളിപ്പാടുകൾ തന്നിട്ടുണ്ട്. കർത്താവ് ആലോചനകൾ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. കർത്താവ് ഒരു ദിവസം അത് പൂർത്തീകരിക്കും. കർത്താവ് ചെയ്യും. സ്തോത്രം. അതൊന്നും വ്യർത്ഥമായി പോകത്തില്ല. അവളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇന്ന് പല ആൾക്കാര് ഞാൻ പ്രതീക്ഷിക്കാതെ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ആത്മാക്കളുടെ വലിയ ഒരു കൂട്ടം ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ അബ്രഹാമിനോടുള്ള വാഗ്ദത്തം ഞാൻ ഓർക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 7:17 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അബ്രഹാമിനോടുള്ള വാഗ്ദത്തം അടുത്തപ്പോൾ മിസ്രൈമിൽ ജനം വർദ്ധിച്ചു തുടങ്ങി. അപ്പം വർധനം ഉണ്ടെങ്കിൽ ഓർത്തോണം, നമ്മുടെ വാഗ്ദത്തം അടുത്തപ്പം വർദ്ധിച്ചെങ്കിൽ വാഗ്ദത്തത്തിൽ കേറുമ്പോ എന്തായിരിക്കും? ഞാനത് പലപ്പോഴും ചിന്തിക്കാം. അടുത്തപ്പം ഇത്രയും സംഭവമാണെങ്കിൽ വാഗ്ദത്തത്തിൽ കേറുമ്പോ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പം വർധനവിന്റെ തുടക്കം നമ്മുടെ വാഗ്ദത്തത്തിലേക്ക് ദൈവം നമ്മളെ അടുപ്പിച്ചെന്നുള്ളതാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ആരും കർത്താവ് തന്ന വേല വിട്ട് പോകണ്ട. എവിടെയാക്കിയിരിക്കുന്നോ അവിടെ വളരെ വിശ്വസ്തോടെ നിൽക്കുക. വലിയ പ്രവൃത്തികളെ ദൈവം ചെയ്യും. നിരാശകളും ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാകാം. ഇടയ്ക്ക് പല പ്രതിസന്ധികൾ നേരിടാം. എന്നാൽ അവിടെ എല്ലാം ദൈവം നമ്മളെ കരുതുന്നുണ്ട്. ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മളെ താങ്ങുന്നുണ്ട്. അപ്പൊ ഇതാണ് അവിടെ വന്നതിന് ശേഷമുള്ള ഒരു അനുഭവം. ഒരു ഡ്രൈ ആയിട്ടുള്ള അനുഭവമായിരുന്നു. എന്നാൽ കർത്താവ് അതിൽ നിന്നെല്ലാം മാറ്റി ഇന്ന് അനേകര് സുവിശേഷം പറഞ്ഞ ആൾക്കാരെ കൊണ്ട് എല്ലാ ആഴ്ചയിലും പുതിയ ആത്മാക്കൾ 1, 2, 3 പേരൊക്കെ വരും. അല്ലെ അതിലും കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്. പുതിയ ആത്മാക്കളെ മറ്റുള്ള വിശ്വാസികൾ കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് ഒരു പ്രത്യേകത, ആരെങ്കിലും ഒരു സുവിശേഷം പറഞ്ഞാൽ അവർ തന്നെ ആത്മാക്കളെ കൊണ്ടുവരും. സ്തോത്രം. അതെ അതെ അതെ, ആന്റിക്ക് അത് അറിയാവുന്നതുകൊണ്ട് അത് വളരെ എളുപ്പമാണ് നമുക്ക്. കാരണം വെച്ചാൽ അവരിൽ ഒരാളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വളരെ വളരെ ആശ്വാസമാവും. അതത്ര റിസ്ക് ആയിട്ടുള്ള പണിയല്ല. കാരണം വെച്ചാൽ കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്. പ്രസവിച്ച് മറ്റാടുകൾ കുട്ടികൾ ഉണ്ടാകുന്നെന്ന് പറഞ്ഞ പോലെ അവര് തന്നെ എന്തോ ചെയ്യും, കൊണ്ടുവരും. ഓക്കെ പാസ്റ്ററെ, പിന്നെ അവിടെ എന്തെങ്കിലും പാസ്റ്റ് രോഗസൗഖ്യമോ അല്ലെങ്കിൽ പാസ്റ്റിന് എന്തെങ്കിലും വേറെ പ്രതിസന്ധികൾ? ബീഹാറിലാണല്ലോ, ഒത്തിരി എതിർപ്പുകളുള്ള ഇതാണല്ലോ. അവിടെ എന്തെങ്കിലും പാസ്റ്റ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഒരു ഗ്രാമത്തിൽ സുവിശേഷം അറിയിക്കാൻ പോയി. ഞാൻ കടന്നു പോകുന്ന ഒരു 2-3 വീടുണ്ടായിരുന്നു. ആ വീട്ടിലെ സ്വന്തക്കാരായിട്ടുള്ള പയ്യന്മാര് ഞാൻ ചെല്ലുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ചെന്നപ്പോ അവരെന്നെ ഇങ്ങനെ തടഞ്ഞു വെച്ചു. എന്നെ അടിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർ പിടിച്ചിരുത്തുകയായിരുന്നു കസേരയില്. ഞാന് ആൾക്കാർ കൂടി എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുവാനിടെ വളരെ ഒറ്റപ്പെട്ടു പോയി അവിടെ. ആ സമയത്ത് ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു. ആ പയ്യന്റെ വീട്ടുകാരും വേറൊരു വീട്ടുകാരും തമ്മിൽ പ്രശ്നമുണ്ടായി. തമ്മിലടി. അവരങ്ങോട്ട് ഓടിയപ്പോൾ എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ഇവിടുന്ന് പെട്ടെന്ന് വിട്ടോ, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ബൈക്ക് സ്റ്റാർട്ടാക്കി അവിടുന്ന് പോന്നു. അപ്പൊ അവരൊരു കാര്യം പറഞ്ഞു, അവിടുന്ന് ഇനി ആൾക്കാർ വേണ്ട, ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലരുതെന്ന് പറഞ്ഞു. ഓക്കെ, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരിടത്തു നിന്ന് റിജക്ട് ചെയ്ത് അടുത്തേക്ക് പോവുക, നമ്മൾ അത്രേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ, ക്രൂസൈഡ് നടന്നപ്പോൾ വളരെ വലിയ ഉന്നത ജാതിക്കാരാണ്. അവരോട് പറഞ്ഞില്ലെന്നുള്ളൊരു ഇതിൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റേഷനിൽ പോലീസുകാരെ വരുത്തി. പോലീസുകാർ ഞങ്ങളെ കൊണ്ടുവന്ന് പകുതി വഴിയായപ്പോ അവര് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ ഞങ്ങൾ കാണുന്നു. ഞാൻ പറയുന്നത് ദൈവമാണ് ഇതെല്ലാം ചെയ്യുന്നത്. പ്രതിസന്ധികളുണ്ട്, പലരും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അടുത്തുള്ളവരൊക്കെ. ഞങ്ങളിപ്പം തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സാറ്, അദ്ദേഹം പറഞ്ഞു നിങ്ങളെ കുറിച്ച് അറിവുണ്ട്, നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
കുറച്ചുനാൾ മിണ്ടുകയില്ലായിരുന്നു. ഉം. ഇടയ്ക്ക് പുള്ളി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നെങ്കിൽ ശത്രുക്കളെയും സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അവരുടെ കുഴപ്പമല്ല. നമുക്ക് തോന്നാം അവര് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, പക്ഷേ അവരിലൂടെ പിശാച് പ്രവർത്തിക്കുന്നതാണ്. അവരുടെ ഹൃദയങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവര് സ്വതന്ത്രമായി തീരും. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ അങ്ങനെ ഇങ്ങനെയുള്ള എതിർപ്പുകളല്ലാതെ പിന്നെ ഒരു ഗ്രാമത്തില് ഒരു റാം ദയാൽ എന്ന് പറയുന്ന ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും വിശ്വസിച്ച് സ്നാനപ്പെട്ടു. അവർക്ക് ഭയങ്കര പ്രതിസന്ധിയായി. അവരോട് പറഞ്ഞു, സ്വന്തക്കാരെല്ലാം വിളിച്ചു പറഞ്ഞു, നീ പൂജ ചെയ്യണം ഞങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ നീ ഇന്ന് പറയണം. ഗ്രാമത്തിലെല്ലാം എല്ലാവരും വിളിച്ചു കൂട്ടി. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് ചെയ്യും. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, യേശുവിനെ വിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യത്തില്ല, ഞാൻ ഒരു പൂജയും ചെയ്യത്തില്ല എന്ന് അദ്ദേഹം പറയുവാനിടയായത്. എല്ലാ ഗ്രാമത്തിൽ നമുക്കറിയാം, ഒരു വ്യക്തി ഒരു ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് കർത്താവിനെ ഉയർത്തുക എന്ന് പറയുന്നത്, കർത്താവിന് വേണ്ടി പറയുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കാരണം വെച്ചാൽ ഗ്രാമമെല്ലാം ഒറ്റപ്പെടുത്തി. പിന്നെ ആ ഗ്രാമത്തിൽ പോകുവാനും പറയുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം എനിക്ക് തന്നു. ദൈവത്തിന്റെ കൃപയാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ട പല ഗ്രാമങ്ങളിലും ചെല്ലരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നും അവിടുന്ന് ആൾക്കാര് ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്നുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിരോധം ചെയ്തവരൊക്കെ ഒരാൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഞാനത് ദുഃഖത്തോടെയാണ് പറയുന്നത്. അവർക്ക് ദൈവം അവസരം കൊടുത്തതാണ്. പക്ഷെ നമുക്കറിയത്തില്ല ദൈവം എങ്ങനെയൊക്കെയാ പ്രവർത്തിക്കുന്നതെന്ന്. അതിലൊക്കെ നമുക്ക് ദുഃഖമുള്ളൂ. ആ കുടുംബങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്നും മടങ്ങി വരുവാന്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചാൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. രോഗസൗഖ്യം പാസ്റ്റർ എന്തെങ്കിലും ദേവദാസൻ പ്രാർത്ഥിച്ച് രോഗസൗഖ്യങ്ങൾ അങ്ങനെ ഉണ്ടായത് അനുഭവങ്ങളുണ്ടോ? രോഗസൗഖ്യം രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഞാനിങ്ങനെ എല്ലാം ഓർക്കുന്നില്ല. ഞാൻ ഒരിക്കലും ഇത് എന്നാൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരൊക്കെ പൂർണ്ണ സൗഖ്യമായിട്ട് കർത്താവിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. പലരും കുഞ്ഞുങ്ങളില്ലാതെ അവര് ഭാരപ്പെട്ടു. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. പല നന്മകള് ദൈവം കൊടുത്തു. പലരുടെയും പേര് ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ പല വ്യത്യസ്തമായ രീതിയിൽ ദൈവം സൗഖ്യം കൊടുക്കുവാനിടയായിത്തീർന്നു. ബന്ധനത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാൻ ദൈവം സഹായിച്ചു. അത്ഭുത രോഗസൗഖ്യങ്ങളൊക്കെ കർത്താവ് കൊടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു ശുശ്രൂഷയ്ക്ക് പോയായിരുന്നു. അവിടെ വലിയ ദൈവപ്രവൃത്തി നടന്നു. ആരൊക്കെ സൗഖ്യം പ്രാപിച്ചു ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. കാരണം ദൈവം ചെയ്യുന്നു. അവര് പോയി സൗഖ്യത്തിന്റെ കാര്യങ്ങൾ പറയും. ഇന്ന് ഞാൻ കാണുന്നൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വല്ല ചിന്തിക്കുന്നില്ല. ദൈവം അത്ഭുതത്തെ ചെയ്യുവാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം. വലിയ കാര്യങ്ങൾ ചെയ്യുന്നു കർത്താവ് ഇവിടെ. രോഗസൗഖ്യങ്ങള്, വിടുതലുകള്. കാരണം വെച്ചാൽ അവര് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ, എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം. ഒരു സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ ഭൂതം വിട്ടുപോയി. ഇവിടെ വിശ്വാസത്തിൽ വരുന്ന ആൾക്കാര് അങ്ങനെ പലരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സൗഖ്യം കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ പാമ്പ് കടിച്ചു. അപ്പൊ അവര് വിശ്വസിച്ചു. ഒരു സഹോദരൻ സഹോദരിയ, അവരുടെ പെങ്ങടെ മോനെ അവര് വിശ്വസിച്ചു. എന്നോടും പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു. ദൈവം സൗഖ്യം കൊടുത്തു. അവർക്കത് പൂർണ്ണ വിശ്വാസം. അവർ പറഞ്ഞു കർത്താവ് സൗഖ്യം തരും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ വിശ്വാസികൾ ഇപ്പോൾ അവരുടെ ജീവിതത്തിലൂടെ ദൈവം ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഞാനത് ആഗ്രഹിക്കുന്നത്. അവര് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എല്ലാ ദിവസവും 1 മണിക്കൂർ ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്. 8 തൊട്ട് 9 വരെ ഓൺലൈനിൽ കൂടെ. ആ പ്രാർത്ഥനയിൽ എല്ലാവരും കൂടി പ്രാർത്ഥിക്കും, വചനം കേൾക്കും. ഇത് ഞങ്ങൾക്ക് ഒരു വലിയ ആശ്വാസമാണ്. വലിയ ദൈവപ്രവൃത്തികൾ ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ രോഗസൗഖ്യങ്ങൾ മാത്രം ദൈവം തന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. വലിയ വലിയ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ഒരു സാക്ഷ്യമാണ്. സ്തോത്രം. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഇങ്ങനെ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. പലതും കർത്താവ് എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോയിട്ടില്ല. സ്തോത്രം. സ്തോത്രം. നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ദൈവം ചെയ്യുന്നത്. അങ്ങനെ ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പല കാര്യങ്ങളും കർത്താവ് ഇവിടെ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. വേറെ ദേവദാസന്റെ ഓർമ്മയിൽ എന്തെങ്കിലും ഇനിയോ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലായിരിക്കാം. ഓക്കെ കർത്താവ് ഉപയോഗിക്കട്ടെ. ബീഹാറിന്റെ മണ്ണില് ഇനി അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ദൈവദാസനെയും അതോടൊപ്പം അവിടെ കടന്നു വരുന്ന ഓരോ വിശ്വാസികളും, ഇപ്പം ദേവദാസൻ പറഞ്ഞ പോലെ ആ വിശ്വാസികളുടെ ഉള്ളത്തില് ജാതീയമാകുന്ന ദേവനെ സേവിച്ച് ഒന്നും തിരിച്ചറിയില്ലാത്ത ജനം യേശുവിനെ അറിഞ്ഞിട്ട് അവരറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയുകയും അവരിലൂടെ ദൈവം
ദൈവത്തിന്റെ നാമം മഹിമപ്പെടുത്താൻ കേൾക്കുമ്പോഴാണ് നമുക്ക് എന്തുവാ സന്തോഷം. നമ്മുടെ കാര്യം നമ്മളല്ല, നമ്മൾ പാസ്റ്റർ ലീഡറായിട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ പാസ്റ്ററിന്റെ വിശ്വാസികളിലൂടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ട് അനേകം ദൈവസന്നിധിയിലേക്ക് ദൈവം കടന്നു. ഒരു കാര്യം ഓർമ്മയുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം. ഒരു വികലാംഗനായിട്ടൊരു പയ്യൻ വരുന്നുണ്ട്. വേറൊരു ചർച്ചിൽ പൊക്കോണ്ടിരുന്ന അവനെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. രണബീർ എന്നാണ് പേര്. അവന് ഫിക്സിന്റെ അസുഖമുണ്ട്. അപ്പോ പുള്ളിയുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഖ്യം തന്നാലും ഇല്ലേലും കർത്താവിന് വേണ്ടി ജീവിക്കും. ഗ്രാമത്തിൽ നിന്ന് ഒറ്റയ്ക്കാ വരുന്നത്. 3 മണിക്കൂർ അവൻ 3 കിലോമീറ്റർ നടന്നാ വരുന്നേ. പുള്ളി ഏന്തി നടന്നാ വരുന്നേ. ഇപ്പൊ ഒരുപാട് കർത്താവ് വ്യത്യാസം കൊടുത്തു. എന്നിട്ട് അവിടുന്ന് ടെമ്പോ പിടിച്ച് 8:30 ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു വിശ്വാസിയാ. ബാക്കിയുള്ളവർക്കെല്ലാം ആരോഗ്യമുണ്ട്, അവര് പാതുക്കെ വരുന്നേ. പക്ഷെ ഇവൻ 8:30 വന്ന് എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് എനിക്ക് വേണ്ടി ഞാൻ താക്കോല് മേടിച്ചോണ്ട് പോയി തുറന്ന് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഇവൻ വന്ന് തലകറങ്ങി വീണു. ഞങ്ങളുടെ ചർച്ചിന്റെ വാടകയ്ക്ക് പ്രാർത്ഥന നടത്തുന്നതിന്റെ ആ മുറിയുടെ ഫ്രണ്ടില്. അവിടുത്തെ ഒരു അയലോക്കത്തെ അമ്മ വന്ന് പറഞ്ഞു, അവന്റെ തലയെല്ലാം പൊട്ടി ചോര ഒലിച്ചിങ്ങനെ പോയി. ഒത്തിരി ചോര ഇങ്ങനെ ഒലിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളുടെ അവിടെ വരുന്ന ചെറുക്കൻ മരിച്ചു പോയെന്നാ പറഞ്ഞു. ഞാനിങ്ങനെ ഒരുങ്ങി നിൽക്കുക ആരാധനയ്ക്ക് പോകാൻ. ഞാൻ ഓർത്ത് പെട്ടെന്ന് എന്റെ ഉള്ളിലൊരു ഇത് വന്നു. കാരണം വെച്ചാൽ നമുക്ക് വരുന്നത് പോലെയല്ല. ഇവിടെ ആർക്കെങ്കിലും ഒന്ന് വന്നു പോയിട്ടുണ്ട്, എന്താ സംഭവം, നമ്മളൊക്കെ. പക്ഷെ ഞാൻ ആ ചിന്ത വന്നു. ഞാൻ ഓടിച്ചെന്നപ്പോൾ ഇവൻ എഴുന്നേറ്റ് നിൽക്കുക, രക്തത്തിൽ ഇങ്ങനെ കുളിച്ച് രക്തം ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുക. ഞാൻ പെട്ടെന്ന് ഒരു ബക്കറ്റ് വെള്ളം പിടിച്ചിട്ട് അത് കഴുകി കളഞ്ഞു മൊത്തം. അവനെ തലയെല്ലാം കഴുകി അവനെ വെള്ളം കുടിപ്പിച്ചു. അവനെ കയറ്റിയിരുത്തി പ്രാർത്ഥിച്ചു. സ്റ്റിച്ച് ഇടാൻ പോണെങ്കിൽ വേറെ ആരും വന്നിട്ടുമില്ല. ആ സമയത്ത് പലരെയും വിളിച്ചപ്പോ അവരാരും വരുന്നില്ല. ആ സമയത്ത് ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവ് എന്തോ നമ്മളെ ഇങ്ങനെയുള്ള പരിസ്ഥിതികളിൽ ദൈവം അറിയുന്നു. ഞാൻ അവനെ സ്റ്റിച്ച് ഇടുവാൻ പോയാൽ അവര് ചോദിക്കും, ഇതെന്നാ പറ്റി, ഇതാരാണ്, നിങ്ങൾ ആരാണ്, ഇതൊക്കെ ചോദിക്കും. എനിക്കറിയാം. അവനെ അവിടെ ഇരുത്തി അവനും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഒന്നും ചെയ്തില്ല. രക്തമെല്ലാം നിന്നു, ബ്ലഡ് ബ്ലീഡിങ് നിന്നു. അവൻ ഒരാഴ്ച വീട്ടിൽ പോയിട്ട് ഒന്നും ചെയ്തില്ല, മരുന്നൊന്നും കഴിച്ചില്ല. പുള്ളി പറഞ്ഞു, ഞാൻ തല കഴുകി കുളിച്ചു, കുഴപ്പമൊന്നുമില്ല. പിറ്റേ ആഴ്ച വന്നപ്പോൾ ഉണങ്ങിയിരിക്കുക. മൊത്തം ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ടാ പോലും അത്ര നല്ല രീതിയിൽ വരത്തില്ല. ദൈവം അത് എന്ത് ചെയ്തു, ഉണക്കി. അവൻ എത്ര പ്രാവശ്യം വീണിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവനാണ് എന്നെ പണിതത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ചില മുള്ളുകളും ചില കാര്യങ്ങളും ഒക്കെ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന, അത് നമ്മളെ പണിയാൻ. ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ എത്ര ശുശ്രൂഷകരാണെന്നാലും അഹങ്കാരത്തിന്റെ ഒരു അംശം പോലും നമ്മുടെ ഉള്ളിലേക്ക് അത് കയറി വരുമ്പോൾ തന്നെ നമ്മൾ വീണോണം. കർത്താവേ, ഈ ചിന്തകൾ വരുന്നുണ്ട്, എന്നെ അങ്ങ് നിലനിർത്തണം. ഒരിക്കലും നമ്മൾ ആരെക്കാളും കേമന്മാരൊന്നും അല്ല. കർത്താവിന്റെ കൃപയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഈ ഒരു കാര്യം നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ അന്ത്യം വരെയും ആ ദൈവം വിശ്വസ്തനായി നമ്മളോട് കൂടിയിരിക്കും. അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കർത്താവിന്റെ കൃപയാൽ ഇങ്ങനെയുള്ള പരിസ്ഥിതികളിൽ ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുക. എത്രയോ പ്രാവശ്യം അവൻ വീണ്. ഇപ്പോൾ വളരെ വീഴ്ച കുറവാണ്. എന്നാൽ അവൻ അന്യഭാഷയിൽ ദൈവം ആരാധിക്കുന്നുണ്ട്. അവന്റെ ഒരു കാര്യം വിടുവിച്ചാലും ഇല്ലേലും ഒരു കുഴപ്പമില്ല. അവൻ ദർശനങ്ങൾ പറയുന്നുണ്ട്. അവന്റെ ഗ്രാമത്തിൽ പറഞ്ഞു, വെള്ളപ്പൊക്കം വരിക. ആരും വിശ്വസിച്ചില്ല. പല കാര്യങ്ങളും പറഞ്ഞു. എന്നാൽ വെള്ളം വന്ന് മൊത്തം മൂടിയപ്പോഴത്തെ പറഞ്ഞു, ഇവൻ പറഞ്ഞ ശരിയാ, അവനെ പൊട്ടനെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദൈവം അവന് ദർശനങ്ങൾ കൊടുക്കുന്നുണ്ട്. ദൈവം അവനെ കാണിക്കുന്നുണ്ട് പലതും. ആ ഒരു പൈതല് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. എനിക്ക് തോന്നുന്ന സ്വർഗത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. നമ്മളെ പോലെ പലരും പിന്നിലായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും അന്ന് അവിടെ കർത്താവിന്റെ മിന്നുന്ന നക്ഷത്രങ്ങളായിട്ട് അവിടെ ശോഭിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഞാനത് വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഭയമാണ്. ഇനിയിപ്പോ അവരിലേക്കാളും ഒരു പടിയും കൂടെ നമ്മൾ ചെയ്യണം. സ്തോത്രം. അവർക്ക് ആവുന്ന പോലെ അവർ ചെയ്യുന്നുണ്ട്. നടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ആരോടും ഒരു പരാതിയില്ല. ഞാൻ കണ്ടത് ആരോടും ഒരു പരാതിയില്ല. പുള്ളിക്ക് ആരോടും ഒരു പരാതിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവമക്കളെ കർത്താവ് കൂട്ടി നിർത്തിയിരിക്കുന്നു. അങ്ങനെ ഓരോ വ്യക്തികളെ നിങ്ങൾ ദൈവ കൃപയാൽ നിങ്ങൾ വരുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ബീഹാറിൽ വരിക, സീതാമണിയിൽ വരിക. നമുക്ക് ഒരുമിച്ച് അവരെ കണ്ട് സംസാരിക്കാം. ഹല്ലേലൂയ. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് പരിശുദ്ധാത്മാവ് തന്നത് മാത്രം ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. പ്രിയ ആന്റിയെയും ഇതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ മീഡിയയെ കർത്താവ് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. വരും നാളുകളിൽ അനേകർക്ക് ആശ്വാസമായി തീരട്ടെ.
ഇത്രയും അവസരം തന്ന ആന്റിയോടും ഈ ഇതിനോടുള്ള എല്ലാവരോടുള്ള പ്രഷറോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. ബീഹാറിന്റെ മണ്ണില് കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിക്കട്ടെ. നമ്മളാരും ഒന്നുമില്ല, കർത്താവിന്റെ കരങ്ങളെ ഓരോ ഉപകരണങ്ങൾ മാത്രമാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു ഗ്ലാസ് പാത്രത്തിലെ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചാൽ അതിനകത്തൂടെ അത് വെളിയിൽ ഇങ്ങനെ കാണാം. അതിനകത്ത് ആ പാത്രത്തിൻ്റെ ഇതൊന്നുമല്ല, സ്വർഗത്തിലെ അതിനകത്തിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഇതാണ് മറ്റുള്ളവർ കാണുന്നത്. അതുപോലെ നമ്മളിലുള്ള ദൈവത്തിൻ്റെ കൃപ, ആ ദൈവത്തെയാണ് മറ്റുള്ളവർ കാണുന്നത്. നാം ഒന്നുമില്ല, നമുക്ക് പറയാനൊന്നുമില്ല. നമ്മുടെ കർത്താവ് മാത്രം നമ്മളിലൂടെ മഹിമപ്പെടട്ടെ. ആമേൻ. ദൈവദാസൻ്റെ ഈ അനുഭവ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ ദാസനെ ദൈവം പിന്നെയും ഉപയോഗിക്കട്ടെ. അനേകർക്ക് ഒരു വലിയ ആശ്വാസവും തണലും തണുപ്പുമൊക്കെ ആക്കി തീർക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ഒന്ന് പ്രാർത്ഥിച്ചാട്ട് കർത്താവിൻ്റെ ദാസനെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥലെ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് കർത്താവെ മീഡിയയിലൂടെ കർത്താവെ അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയുടെ മഹത്വമേറിയ അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ, അങ്ങ് ചെയ്ത നന്മകളെ കുറിച്ച് ഓർക്കുവാനും സാക്ഷ്യം പറയുവാനും ഒക്കെ സഹായിച്ചുള്ള കർത്താവെ ആന്റിക്കായി പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവം ഇതിലൂടെ കാണുന്ന ഓരോ പ്രേക്ഷകരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും ഒരു നാളും കർത്താവെ പിന്മാറി പോവാൻ ഇടയാകരുത്. കർത്താവിന്റെ ക്രൂശ് ചുമന്നുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നിത്യമായ കാഴ്ചപ്പാടോടുകൂടെ കർത്താവെ കാഴ്ചയിലല്ല വിശ്വാസത്താൽ തന്നെ മുന്നോട്ട് ജീവിക്കുവാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയ കർത്താവെ ആന്റിയെയും ഭവനത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിപ്പാശനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുടുംബമായവരെ അനുഗ്രഹിക്കണം, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത് അനേക കാര്യങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. കർത്താവ് ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായ സ്തോത്രം. പ്രാർത്ഥനയേട്ടനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. 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 കർത്താവിന്റെ ദാസനെ താങ്ക് യു. ഗോഡ് ബ്ലെസ് യു പാസ്റ്റർ.